നമസ്കാരം. പ്രദർശന വഴിയിൽ എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ കായ്പുറം ചാലാച്ചിറ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 16ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലെ രുക്മിണി സ്വയംവര വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിരവധി യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീപൂജ്യ മധു മുഹമ്മയാണ് യജ്ഞാചാര്യൻ. ഭാഗവതം ദശമസ്കന്ധത്തിലെ അതിപ്രാധാന്യമുള്ള ഒരേടാണ് രുക്മിണി സ്വയംവരം. വിദർഭയിലെ രാജകുമാരിയായ രുക്മിണി മഹാലക്ഷ്മിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. പൂർണ്ണാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയും പ്രണയവും കാരണം രുക്മിണി ശ്രീകൃഷ്ണ പരമാത്മാവിനെ മനസാവരിക്കുകയും സഹോദരൻ രുക്മി ശിശുപാലനുമായി നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് ഭഗവാൻ രുക്മിണിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതുമാണ് രുക്മിണി സ്വയംവരത്തിൻ്റെ കാതൽ. നമുക്ക് ആചാര്യനായ ശ്രീപൂജ്യ മധു മുഹമ്മയുടെ വാക്കുകൾ ശ്രവിക്കാം. പരമാത്മാവായിരിക്കുന്ന ദ്വാരകാപുരിയുടെ നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വങ്ങളെല്ലാവരും വിജ്ഞാനികളായിരിക്കുന്നവർ പുകഴ്ത്തുന്നത് കേട്ടിട്ട് രുക്മിണീ ദേവി വിദർഭ രാജ്യത്തിലെ ഭീഷ്മക നൃപന്റെ പുത്രിയ. 5 ആങ്ങളമാർക്ക് കൂടി ഒരു സഹോദരിയാണ് ലക്ഷ്മിയുടെ ഭാവവും കൂടിയ. അങ്ങനെ ഈ കുഞ്ഞുനാൾ മുതൽ ദ്വാരകാപുരി എന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ വിജ്ഞാനികളായിരിക്കുന്ന, അതായത് ഋഷീശ്വരന്മാരും വിപ്രന്മാരും എല്ലാവരും അത്യധികം പുകഴ്ത്തുന്നത് കേട്ടിട്ട് രുക്മിണീ ദേവിക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് കുഞ്ഞുനാളിൽ തന്നെ ഒരു ആരാധന ഉണ്ടായി എന്ന് പറയും. ആരാധന അത് തൻ്റെ ജീവിതത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പതിയായി വരണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലേക്ക് കടക്കുക. പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രുക്മിണീ ദേവിയുടെ വിവാഹം ആ വിദർഭ രാജ്യത്ത് തീരുമാനിക്കുന്നത്. രുക്മിണീ ദേവിയുടെ പിതാവായിരിക്കുന്ന ഭീഷ്മകൻ ദ്വാരകാപുരിയുടെ നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് രുക്മിണീ ദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്നങ്ങനെ തീരുമാനിക്കുമ്പോഴത്തേക്ക് രുക്മിണിയുടെ സഹോദരനായിരിക്കുന്ന രുക്മി ജന്മനാ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബദ്ധ ശത്രുവാണ്. ആ ശത്രുത ഉണ്ടാകുവാനായിട്ട് ശിശുപാലൻ്റെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന രുക്മിയുടെ ഉള്ളിൽ പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. കാരണം രുക്മിയെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ മഹത്വത്തെ അറിയാനും പാടില്ല. അങ്ങനെ ഈ തീർത്താത്ത ഒരു വൈരാഗ്യം ഈ രുക്മിക്ക് ശ്രീകൃഷ്ണനോട് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരിക്കുന്ന ശിശുപാലന് തൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ട് രുക്മി തീരുമാനിച്ചു. ആ കൊട്ടാരത്തിൽ വെച്ചിട്ട് രുക്മി തൻ്റെ നിലപാട് വ്യക്തമാക്കി. എൻ്റെ സഹോദരിയായിരിക്കുന്ന രുക്മിണിയെ വിവാഹം കഴിക്കുന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കുന്ന ശിശുപാലനാണ്. ചേതി രാജ്യത്തിലെ ദമഘോഷൻ്റെ പുത്രനാണ്, രാജപദവിയുള്ളയാളാണ്. എന്തുകൊണ്ടും രുക്മിണിക്ക് അനുയോജ്യനായിരിക്കുന്ന ഒരു വരനും അദ്ദേഹമാണ്. ഈ സമയത്ത് ഇത് കേട്ട് വളരെ ദുഃഖത്തോടു കൂടിയാണെങ്കിൽ പോലും രുക്മിണീ ദേവി തൻ്റെ ആഗ്രഹം അവിടെ പറയാം. എൻ്റെ ഈ ജന്മത്തെ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് ദ്വാരകാപുരിയിലെ കൃഷ്ണനുമായിട്ടാണ്. അതല്ലാതെ മറ്റാരെന്നെ വിവാഹം കഴിച്ചാലും അതെൻ്റെ ജീവനില്ലാത്ത ഈ ശരീരത്തിൽ മാത്രമായിരിക്കും. അങ്ങനെ ഈ സമയം ഇത് മനസ്സിലാക്കിയ ഉടൻ തന്നെ തൻ്റെ സഹോദരിയായിരിക്കുന്ന രുക്മിണിയെ സഹോദരനായിരിക്കുന്ന രുക്മി ബന്ധനത്തിലാക്കി. ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് വളരെയധികം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് നാരദ മഹർഷി
ആ രുക്മിണിയുടെ അന്തഃപുരത്തിൽ, ബന്ധനസ്ഥയായി കിടക്കുന്ന രുക്മിണിയുടെ അന്തഃപുരത്തിൽ എത്തിച്ചേർന്നു. നാരങ്കടാവസ്ഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നാരദ മഹർഷി പറഞ്ഞു, ഏതായാലും ആ ദ്വാരകാപുരിയിൽ ചെന്ന് ദേവിയുടെ ആ ഉള്ളിലിരിക്കുന്ന ഈ ആഗ്രഹങ്ങൾ ഒരു ദൂതനായിട്ട് ഞാൻ അവിടെ പോയി ഭഗവാനോട് അവതരിപ്പിക്കാം. അങ്ങനെ നാരദ മഹർഷി രുക്മിണി ദേവിക്ക് അനുഗ്രഹമൊക്കെ കൊടുത്ത് അവിടുന്ന് യാത്രയായി നേരെ ദ്വാരകാപുരിയിൽ ചെന്നു. കൃഷ്ണനെ കണ്ട് ഇവിടെ വിദർഭ രാജ്യത്തെ ഭീഷ്മക നൃപന്റെ പുത്രിയായിരിക്കുന്ന ലക്ഷ്മീഭാവമുള്ള രുക്മിണി അങ്ങയെ പ്രണയിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ആ രുക്മിണി ദേവിയുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ആങ്ങളയായിരിക്കുന്ന രുക്മിണിയുടെ ബന്ധനത്തിലാണ് ഇപ്പോൾ. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കുന്ന ശിശുപാലന് രുക്മിണിയെ വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അടുത്ത ദിവസമാണ് വിവാഹം. അതുകൊണ്ട് എന്നോട് അങ്ങയോട് പറയുവാൻ വേണ്ടിയിട്ടൊരു സന്ദേശം രുക്മിണി ദേവി തന്നയച്ചിരിക്കുകയാണ്. അങ്ങ് ഈ ശിശുപാലൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വന്ന് എൻ്റെ ആങ്ങളമാരെയൊക്കെ തന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്ത് അവരെ നിഗ്രഹിക്കേണ്ടി വന്നാൽ നിഗ്രഹിച്ച്, ഇല്ലെങ്കിൽ ജയിക്കേണ്ടി വന്നാൽ ജയിച്ച് എന്നെ അവിടെ നിന്നും രക്ഷിച്ച് അങ്ങ് വാമഭാഗമാക്കണം. അങ്ങനെയുള്ള ഈ രുക്മിണിയുടെ സന്ദേശവാക്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു, രുക്മിണിക്ക് എന്നിലുള്ള ഈ സ്നേഹം പണ്ട് മുതൽ തന്നെ ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവിടെ രുക്മിണിയുടെ ആങ്ങളയായിരിക്കുന്ന രുക്മിക്ക് എന്നോട് ജന്മന തന്നെ വൈരമുണ്ട്. അപ്പോൾ ആ വൈരത്തെയൊക്കെ എതിർത്തുകൊണ്ട് രുക്മിണിയെ വിവാഹ ദിവസം ഞാൻ കൂട്ടിക്കൊണ്ട് പോരുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ രുക്മിണിയുടെ സന്ദേശമുണ്ട്. അവിടെ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ, എന്നെ സ്നേഹിക്കുമ്പോൾ ആ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ട, നമ്മൾക്കിപ്പോൾ തന്നെ ആ വിദർഭ രാജ്യത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷിയെയും കൂട്ടി ഒരു തേരിൽ 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേർന്ന, ദശകടി കൊണ്ട് എത്തിച്ചേർന്നു എന്നാണ് പറയുക. അങ്ങനെ വിദർഭ രാജ്യത്തിൽ എത്തിച്ചേർന്നു. ആ നിമിഷം നാരദ മഹർഷി എന്ന് രുക്മിണി ദേവിയോട് കൃഷ്ണൻ നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനനുസരിച്ച് നാരദ മഹർഷിയോട് പറയാണ്, നാരദ മഹർഷി ഇവിടെ ഇപ്പോൾ ഒരു വലിയ ഈ വിവാഹത്തിന് വന്നിരിക്കുന്ന പല രാജാക്കന്മാരടക്കമുള്ളവരും സൈന്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഒരു ജന ആരവമാണ്. ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൃഷ്ണനോട് പറയൂ തേരുമായിട്ട് നിൽക്കാൻ, ഞാൻ അവിടെ വന്ന് കയറിക്കോളാമെന്ന് പറഞ്ഞു. ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇത് പറയുന്നതിനനുസരിച്ചിട്ട് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നു. ഇവിടെ അന്തഃപുര പുരോഹിത സ്ത്രീകളെല്ലാവരും കൂടി രുക്മിണി ദേവിയെ നന്നായിട്ട് ആ ഒരു കല്യാണത്തിന് സജ്ജീകരിച്ച് ഇണക്കി നേരെ പാർവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ രാജവർഗങ്ങൾക്കെല്ലാം ഖരനായിരിക്കുന്ന ദൈവമായിരിക്കുന്ന മഹാദേവനെയും പൂജിതന്മാരായിരിക്കുന്ന പുത്രന്മാർ ഗണപതി, മുരുകൻ, അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള പുത്രന്മാരെ ഒക്കെ തന്നെ വണങ്ങി അതിനുശേഷം ആ മഹാദേവിയായിരിക്കുന്ന പാർവതി ദേവിയോട് പറയാണ്, യാതൊരു വിധത്തിലുള്ള വിഘ്നവും ദേവി വരുത്താതെ എന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാമഭാഗമാക്കി മാറ്റണം ഭഗവതി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് ആ മൗനിയായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം തനിക്ക് വേണ്ടിയിട്ട് പുരോഹിത കൃത്യം ചെയ്ത ആ പുരോഹിത സ്ത്രീകൾക്കെല്ലാം തന്നെ ഒരുപാട് പട്ടുവസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്ത്, സ്വർണങ്ങളൊക്കെ ദാനം ചെയ്ത് അവരുടെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് നേരെ ആ കൃഷ്ണൻ നിർത്തിയിരിക്കുന്ന തേരിലേക്ക്, ആ തേരിൻ്റെ അടുത്തേക്ക് രുക്മിണി ദേവി നടക്കുക. രുക്മിണി ദേവി വരുന്നത് കണ്ട് ഭഗവാൻ ആ തേരിൽ നിന്ന് ഇറങ്ങി രുക്മിണി ദേവിയുടെ വലത്ത് കൈപിടിച്ച് ഭഗവാൻ നേരെ തേരിലേക്ക് കയറ്റി ദ്വാരകാപുരിയിലേക്ക് അതിവേഗം തേര് ഓടിച്ചു പോകുന്നു. ആ സമയത്ത് രുക്മിണി ദേവിയുടെ സഹോദരന്മാരടക്കമുള്ള സൈന്യങ്ങളെല്ലാം ഭഗവാനെ എതിർക്കുന്നു. ആ എതിർപ്പിനെയൊക്കെ തന്നെ ഭഗവാൻ ജയിച്ച് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും നീക്കി ദ്വാരകാപുരിയിൽ ചെന്ന ദ്വാരകാവാസികൾ എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും വിവാഹം വളരെ മംഗളകരമായിട്ട് ആഘോഷിക്കുന്നു. അതുപോലെ ഇന്നേ ദിവസം ഈ യജ്ഞശാല ദ്വാരകാപുരിക്ക് തുല്യമാണ്. നമ്മളെല്ലാവരും ദ്വാരകവാസികളാണ്.
ആ ദ്വാരകാപുരിയിൽ അന്ന് നടത്തിയ ആർഭാടകരമായിരിക്കുന്ന ഭഗവാന്റെയും ഭഗവതിയുടെയും വിവാഹം നമ്മൾ ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. അതിലേക്ക് എല്ലാ സജ്ജനങ്ങളും ഇനി പങ്കെടുക്കണം. ഇനി അല്പസമയം മാത്രമാണ് ഈ ദിവ്യ മുഹൂർത്തത്തിന് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ളൂ. പതിനാറാമത് ശ്രീമദ് മഹാഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിൻ്റെ 5-ാം ദിവസം ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിൻ്റെ ആഘോഷം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് രുക്മിണി സ്വയംവരം. അതിപ്പോൾ നമ്മൾ 15 പ്രാവശ്യം ഇവിടെ നടത്തി, ഇത് 16-ാമത്. ഇപ്പം എല്ലാവരും വളരെ ആഘോഷപൂർവം ഇത് ഒരു ഭക്തിപുരസ്സരവുമായിരിക്കുന്ന ഒരു കർമ്മമായിട്ട് തന്നെ കണ്ട് നിങ്ങളെല്ലാവരും ഭഗവാന്റെ കഴുത്തിലേക്കും ഭഗവതിയുടെ കഴുത്തിലേക്കും മാല വീഴുമ്പോൾ എല്ലാവരും കുരവയിട്ട് പ്രാർത്ഥിക്കണം. മാല ഇങ്ങനെ എടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ദ്വാരകാപുരിയിൽ നന്ദനായി ശോഭിച്ചാടുപോലെ കേവലം കൃഷ്ണന്റെ കല്യാണം ആഘോഷിക്കുകയാണ്. ആരാധന ആരാധന. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ ദക്ഷിണ സമർപ്പണം ഒരു കുരവയുണ്ട്.
അഷ്ടലക്ഷ്മി പൂജയോടെ ചടങ്ങുകൾ മംഗളകരമായി സമാപിച്ചു. എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി ക്ഷേത്രങ്ങളും വിവിധങ്ങളായ ആചാരങ്ങളും കൊണ്ട് ധന്യമായ നമ്മുടെ നാട്. വീണ്ടുമൊരു എപ്പിസോഡിൽ കാണാമെന്ന പ്രാർത്ഥനയോടെ ഞാൻ സനൽകുമാർ മുഹമ്മദ്. നന്ദി, നമസ്കാരം.